നമസ്കാരം. TDPയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡുവിന്റെ സ്വന്തം തട്ടകമാണ് കുപ്പം നിയമസഭാ മണ്ഡലം. ഇത്തവണ കുപ്പത്ത് നായിഡുവിന് അഗ്നി പരീക്ഷയാണ് കാത്തിരിക്കുന്നത്. കുപ്പത്തുള്ള നായിഡുവിന്റെ ഉറച്ച വോട്ടുകളെ ജഗന്റെ ആനുകൂല്യ പ്രലോഭനങ്ങൾ വിഴുങ്ങുമോ എന്നുള്ള ഒരു ആശങ്ക TDPക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. 2019 ശക്തമായ അപകട സൂചന നായിഡുവിന് നൽകിയ ഒരു ചരിത്രം കൂടി കുപ്പത്തിനുണ്ട്. നായിഡുവിന്റെ വോട്ട് വിഹിതം 55.18% കുറയുന്ന ഒരു കാഴ്ചയാണ് അന്ന് കുപ്പം നിയമസഭാ മണ്ഡലം സംസ്ഥാനത്തിന് കാണിച്ചു കൊടുത്തത്. 1989 മുതൽ നായിഡു എന്ന് മാത്രം ജപിച്ചിരുന്ന കുപ്പത്ത് TDPയുടെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു 2019 നടന്നത്. ഒരു കാലത്ത് TDPയുടെ ഉരുക്കുകോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന മണ്ഡലമായിരുന്നു കുപ്പം. പക്ഷേ ഇത്തവണ അവിടെ TDP കര കയറുമോ എന്നത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. രാജമന്ത്രി ജയിലിൽ 53 ദിവസമാണ് നായിഡു അഴിമതി കേസിൽ അകത്ത് കിടന്നത്. ഇത് അവസരമാക്കി YSRCP നായിഡുവിനെതിരെ വ്യാപകമായ പ്രചരണം അദ്ദേഹത്തിന്റെ ഉറച്ച കോട്ടകളിലൊക്കെ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ കുപ്പവും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുപ്പത്ത് നായിഡുവിന് ഇക്കുറി ഒരു ഈസി വോക്ക് ഓവർ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ജനങ്ങൾക്ക് നായിഡുവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അതുകൊണ്ട് തന്നെ ഇക്കുറി നായിഡുവിന് ഒരു ലോയൽറ്റി ടെസ്റ്റ് അഥവാ വിശ്വാസ പരീക്ഷണമാണ് കുപ്പം കാത്തുവച്ചിരിക്കുന്നത് എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. സഖ്യത്തിലാണ് എങ്കിൽ പോലും പഴയ ശത്രുവിനെതിരായ ഈ ജനവികാരം അത് BJPക്ക് മുന്നിൽ തുറന്നിടുന്ന സാധ്യതകളും വളരെ വലുതാണ്. ആന്ധ്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ 175 അംഗ നിയമസഭയിലേക്കും മെയ് 13 വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് TDPയും പവൻ കല്യാണിന്റെ ജനസേനയും BJPക്കൊപ്പം ചേർന്ന് NDA മുന്നണിയായി തന്നെയാണ് മത്സര രംഗത്തുള്ളത്. NDA സീറ്റ് ധാരണ പ്രകാരം TDP 144 നിയമസഭാ മണ്ഡലങ്ങളിലും 17 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. BJP 6 ലോക്സഭാ സീറ്റുകളിലും 10 നിയമസഭാ സീറ്റുകളിലുമാണ് മത്സര രംഗത്തുള്ളത്. 2 ലോക്സഭാ സീറ്റുകളിലും 21 നിയമസഭാ സീറ്റുകളിലുമാണ് പവൻ കല്യാണിന്റെ പാർട്ടി മത്സര രംഗത്തുള്ളത്. എന്തായാലും സഖ്യമായി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു ആത്മവിശ്വാസം NDAക്ക് ഉണ്ട് എങ്കിൽ പോലും നായിഡു എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് കുപ്പം നിയമസഭാ മണ്ഡലം തന്നെയായിരിക്കും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും കുപ്പത്ത് നായിഡു എന്ന വൻമരം വീഴുമോ എന്നുള്ള ചോദ്യം കൂടി ആന്ധ്രയിൽ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.